ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാവയ്ക്ക കൊണ്ടൊരു പാലുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല നാടൻ പാവയ്ക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ അടുത്ത വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അവർ പറിച്ചപ്പോൾ നമുക്ക് കൂടി തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് അതിൽ ഉപ്പ് പുരട്ടി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഉപ്പ് പുരട്ടി കുറച്ച് നേരം വെച്ച് കഴിയുമ്പം ഇതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങാപ്പാലിലാണ് വെക്കുന്നത്. 1-ാം പാലും 2-ാം പാലും വേണം. അപ്പം ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുക്കണേ. അപ്പോൾ ഈ സമയം കൊണ്ട് പാവയ്ക്ക നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് പോലെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം വിനെഗറും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതാ കറിയൊക്കെ നല്ലപോലെ പറ്റി അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഈ 1-ാം പാൽ ചേർത്ത ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ പാവയ്ക്ക ഇങ്ങനെ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.